നമ്മളെല്ലാവരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെ വിജയിക്കാം? ഹൗ ടു സക്സീഡ് ഇൻ ലൈഫ്. പക്ഷേ അതിനൊരു എളുപ്പ വഴിയോ ഫോർമുലയോ ഒന്നുമില്ല. എന്നാൽ വിജയം എല്ലാവർക്കും സ്വന്തം വഴിയിലൂടെ നേടിയെടുക്കാനും കഴിയും. ഒരു പക്ഷേ നീ ഇന്ന് തളർന്നിരിക്കാം, ബട്ട് ലിസൺ കെയർഫുള്ളി, ദിസ് മൊമെന്റ് ഈസ് നോട്ട് ദ എൻഡ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ തോൽക്കാതെ ആരും ജയിച്ചിട്ടില്ല കേട്ടോ. അവരാണ് വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവർ. ഓർക്കൂ, നിന്റെ വിജയം ഇന്നലത്തെ ദുഃഖത്തിലല്ല, നിന്റെ ഉത്തരവാദിത്വത്തിലാണ്. സക്സസ് ഈസ് നോട്ട് ലക്ക്, ഇറ്റ്സ് എ ഡിസിഷൻ, ആൻഡ് ടുഡേ യു ക്യാൻ ഡിസൈഡ് ഇനഫ് വിൽ റൈസ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഗ്ലാമർസ് ആവുകയോ വലിയ വീടും കാറും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഇതൊന്നുമല്ല സക്സസ്. ഇതൊക്കെ സക്സസിന്റെ റിസൾട്ട് ആകാം. ഇന്ന് പലരും തെറ്റായ സക്സസിനെ പിന്തുടരും. സക്സസ് എന്നാൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല. സക്സസ് ഈസ് വാട്ട് യു ഫീൽ വെൻ യു ലുക്ക് ഇൻ ദ മിറർ. നീ നിന്നെ കാണുമ്പോൾ നിനക്ക് തോന്നുന്നത്, നീ ഒരു പ്രൗഡായി നിനക്ക് തോന്നുമ്പോൾ, അതാണ് സക്സസ്. മറ്റുള്ളവരുടെ വിജയം നോക്കി കാണുന്നതോടൊപ്പം നീ നിന്നെ മറക്കാതിരിക്കുക. യുവർ പാത്ത് ഈസ് യുണീക്ക്. Your time will come, but only if you don't give up now. വിജയം എന്നത് ലക്ഷ്യത്തിലെത്തുന്നത് മാത്രമല്ല, വെറും ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യുന്നതും അല്ല. സക്സസ് ഈസ് ബിക്കമിങ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ക്യാൻ റൈസ് ലൈഫ് സ്മാർട്ട്ലി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ഹൂ യു ബിക്കം ഓൺ ദ വേ. തിങ്ക് അബൌട്ട് ദിസ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴും? ഡു വി കോൾ ദം എ ഫെയിലിയർ? നോ, ബിക്കോസ് എവറി ഫാൾ ഈസ് എ സ്റ്റെപ്പ് ഫോർവേഡ്. വീണെടുത്ത് നിന്ന് വീണ്ടും പ്രതീക്ഷയോടെ വീണ്ടും നടക്കാൻ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, എവറി മിസ്റ്റേക്ക്, എവറി ഡിലേ, എവറി ടിയർ ഈസ് ബിൽഡിംഗ് ദ റിയൽ യു. ആ നിന്നിൽ പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല, ബട്ട് ദ സ്ട്രോങ് വൺ. അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് വീണാലും നിനക്ക് ഇന്നത്തെ നിന്നിൽ നിന്ന് നാളെയിലേക്ക് ഉയരാം. ദാറ്റ് ഈസ് സക്സസ്, ദാറ്റ് ഈസ് വിക്ടറി. എന്നാൽ വിജയിച്ചാൽ മാത്രം മതിയോ? അതിന് നമ്മളുടെ ശ്രമങ്ങൾ വേണ്ടേ? എങ്ങനെയാണ് നമ്മൾക്ക് സക്സസ്സിലേക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക? നമുക്ക് വെറും ഒരു കഴിവ് മാത്രം മതിയോ? മതിയാവില്ല. ശ്രമമില്ലാതെ വിജയം അസാധ്യമാണ്. യു ക്യാൻ ബി ടാലൻറ്റഡ്, ഗിഫ്റ്റഡ് ഈവൻ, ബട്ട് ഇഫ് യു ഡോണ്ട് ഷോ അപ്പ്, യുവർ ഗിഫ്റ്റ് വിൽ റെസ്റ്റ്. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. നിന്റെ 50ാമത്തെ ശ്രമത്തിലായിരിക്കും ചിലപ്പോൾ നിന്റെ വിജയമാകാൻ കാത്തിരിക്കുന്നത്. എന്നാൽ നീ പിന്തിരിയുന്നതോ നിന്റെ 49ാമത്തെ ശ്രമത്തിലാണെങ്കിൽ എങ്ങനെ നിനക്ക് വിജയിക്കാൻ കഴിയും? സോ ഡോണ്ട് സ്റ്റോപ്പ് യുവർ ഡ്രീംസ്. നമുക്ക് വിജയിക്കണം എന്നുള്ള നല്ല മനസ്സുണ്ട്, അതിനുള്ള കഴിവുണ്ട്, ശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. അത് മാത്രം മതിയോ? ഒരു ലക്ഷ്യത്തെ പിടിച്ചു നിർത്താതെ ചിതറിയ ചിന്തകളോടൊപ്പം എവിടെയും എത്താനാവില്ല. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുക എന്നത് അത്യാവശ്യമായ കാര്യമാണ്. ഡിസ്ട്രാക്ഷൻസ് ആർ യുവർ റിയൽ എനിമി. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻസും കമ്പാരിസൺസും ഡൗട്ട്സും പല പല ശബ്ദങ്ങളും എല്ലാം കൂടെ കടന്നു വരുന്നത്. സോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഈസ് എ സൂപ്പർ പവർ. Every day, 30 minutes of pure focus on your goal can change your entire future. നിന്റെ ശ്രദ്ധയ്ക്ക് വിലയുണ്ട് കേട്ടോ. അതിനാൽ അതിനെ മറ്റുള്ളവർക്ക് ഒരിക്കലും വിൽക്കരുത്. തങ്ങളുടെ കഴിവിനെ ഇച്ഛാശക്തിയെ കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും എങ്ങനെ നേടിയെടുക്കാം? ഒരു കഥയിലൂടെ ഞാൻ പറയാം. ഒരു ചെറുപട്ടണത്തിൽ രാഹുൽ എന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സ്വപ്നം കണ്ടുകൊണ്ട് അവൻ അങ്ങനെ ജീവിച്ചു. എന്തായിരുന്നു അവൻ്റെ സ്വപ്നം?
ഒരു ദിവസമെങ്കിലും വലിയൊരു വേദിയിൽ പാടണം. പക്ഷേ അവന്റെ കൂടെ കൂട്ടുകാരായി ആരെയാ കൂട്ടിയത്? ഭയത്തെയും സംശയത്തെയും. അതവന് നല്ലതാണോ? അല്ല. അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു, ഞാൻ പാടുമ്പോൾ ആളുകൾ ചിരിക്കും, വെറുതെ എന്തിന് ഞാൻ ശ്രമിക്കണം. പക്ഷേ അവന്റെ ആഗ്രഹം അപ്പോഴും ഉള്ളതുകൊണ്ട് അവൻ പലതവണ ശ്രമിച്ചു. ചില ക്ലാസ്സുകളൊക്കെ എടുത്തു. പക്ഷേ ആദ്യത്തെ വേദിയിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ തളർന്നു. പാടാതെ ഇറങ്ങി വന്നു. ജനങ്ങൾ കുറച്ചുപേർ ചിരിച്ചുപോലും. അവൻ വീട്ടിൽ പോയി ദിവസങ്ങളോളം മിണ്ടാതെയിരുന്നു. അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം കുറെ ആളുകൾ അവന്റെ പാട്ട് കേട്ട് ചിരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അയാൾ ഒരു തീരുമാനമെടുത്തു. ഇതെന്റെ അവസാന വേദിയാകരുത്. ഒരു ദിവസം ഞാൻ പിടിച്ചു കയറും. പിന്നീട് ദിവസങ്ങളോളം അവൻ പാട്ട് അഭ്യസിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ ദിനം വന്നെത്തി. ഒരു വലിയ സംഗീതവേദിയിൽ പാടാനുള്ള അവസരം. അവന്റെ പാട്ട് കേട്ട് ആളുകൾ നിലകൊണ്ട് കൈയടിച്ചു. അതൊരു വിജയമായിരുന്നു. ആ സ്റ്റേജിൽ പാടാൻ കഴിഞ്ഞു എന്നതല്ല അവന്റെ വിജയം. ഇറ്റ് വാസ് എ ബീറ്റിംഗ് ദ ഫിയർ. അവന്റെ ഭയത്തെ അതിജീവിച്ചു എന്നുള്ളതാണ്. വിജയം ജനങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമല്ല, നിനക്ക് നീ വിജയിച്ചു എന്ന് തോന്നുന്ന നിമിഷം, അതാണ് നിന്റെ വിജയം. ഇതൊരു വീഡിയോ മാത്രമല്ല കേട്ടോ, ഇത് ഒരു വിളിയാണ്. നിന്നിൽ നിന്നും ഉണർത്താനുള്ള വിളി. ദിസ് ഈസ് യുവർ ടൈം. സ്റ്റോപ്പ് വെയിറ്റിംഗ്. സ്റ്റാർട്ട് ബിക്കമിങ്. സ്റ്റാർട്ട് ടുഡേ. നോട്ട് പെർഫെക്റ്റ്, നോട്ട് റെഡി, പക്ഷേ നിന്നെ വെച്ച് തുടങ്ങൂ.